നമ്മുടെ ജീവിതത്തിൽ കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചുറ്റുമുള്ള മാറ്റങ്ങളോടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. നെർവസ് സിസ്റ്റം മാത്രമല്ല, ഹോർമോൺസും ഈ നിയന്ത്രണത്തിൽ സഹായിക്കുന്നു. ഹോർമോൺസിനെ നമുക്ക് കെമിക്കൽ മെസഞ്ചേഴ്സ് എന്ന് വിളിക്കാം. പ്ലാന്റ്സിൽ വളർച്ച നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോണാണ് ഓക്സിൻ. FW വെൻഡ് ആണ് ഓക്സിനെക്കുറിച്ച് ഗവേഷണം നടത്തിയത്. സൺലൈറ്റിന്റെ അടിസ്ഥാനത്തിൽ സസ്യങ്ങൾ വളയുന്നത് ഓക്സിൻ കാരണമാണ്. ഓക്സിൻ തന്മാത്രകൾ വെളിച്ചത്തിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ജിബ്ബറലിൻസ് വിത്തുകളുടെ ഡോർമെൻസി മാറ്റാൻ സഹായിക്കുന്നു. പഴങ്ങൾ പഴുക്കാൻ എഥിലീൻ സഹായിക്കുന്നു. ആനിമൽസിൽ ഹോർമോണുകൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വഴിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ ടാർഗറ്റ് സെൽസിലെത്തുന്നത്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ മാസ്റ്റർ കൺട്രോളർ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് ശരീരത്തിലെ മെറ്റബോളിസം ക്രമീകരിക്കുന്നു. അയോഡിൻ കുറഞ്ഞാൽ ഗോയിറ്റർ പോലുള്ള രോഗങ്ങൾ ഉണ്ടായേക്കാം. രക്തത്തിലെ കാൽഷ്യം നില നിയന്ത്രിക്കുന്നത് കാൽസിറ്റോണിനും പാരാതോർമോണുമാണ്. ഇത് 9 മുതൽ 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്ന അളവിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും സഹായിക്കുന്നു. ഇൻസുലിൻ കുറയുന്നതുവഴി ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാം. എമർജൻസി സിറ്റുവേഷൻസിൽ എപ്പിനെഫ്രിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡാണ്. ഇത് നമ്മെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണത്തിന് തയ്യാറാക്കുന്നു. നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. പീനിയൽ ഗ്ലാൻഡിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നു. പ്രതിരോധശേഷിക്കു വേണ്ടി തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നു. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിൽ ആശയവിനിമയത്തിന് ഫെറമോൺസ് ഉണ്ട്. ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് ട്രെയിൽ ഫെറമോൺസ് ഉപയോഗിച്ചാണ്. ഈ കെമിക്കൽ മെസഞ്ചേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ബാലൻസിലാകില്ല. അടുത്ത വീഡിയോയിൽ എന്താണ് വേണ്ടത്? നിർദ്ദേശങ്ങൾ കമന്റുകളിൽ നൽകുക.